Hi, welcome to Learn English. In this video, we are going to look at two phrases that sounds very similar but have quite different meanings. വ്യത്യസ്ത അർത്ഥങ്ങളുള്ള ഒരുപോലത്തെ രണ്ട് ഫ്രേസസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതായത് I used to and I am used to. What's the difference between these two? I used to നമ്മൾ സെൻറ്റൻസിൽ ഉപയോഗിക്കുമ്പോൾ സെൻറ്റൻസിൻ്റെ ഘടന ഇങ്ങനെയാണ് ഉണ്ടാവുക. സബ്ജക്റ്റ് പ്ലസ് യൂസ് ടു പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. We use I used to talk about habits or repeated actions in the past which we don't do in the present. അതായത് നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, ശീലങ്ങൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഐ യൂസ് ടു ഉപയോഗിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ പാസ്റ്റിൽ ശരിയായിരുന്നു, പക്ഷേ ഇപ്പോൾ നമ്മളത് തുടരുന്നില്ല. ഒരു ഉദാഹരണം നോക്കൂ. ഐ യൂസ് ടു വൈക്ക് അപ്പ് ഏർലി മോർണിംഗ്. ഞാൻ അതിരാവിലെ ഉണരാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിരാവിലെ ഉണരാറുണ്ടോ? ഇല്ല. പക്ഷേ അങ്ങനെ ആയിരുന്നു. ഇവിടെ എന്താണ് യൂസ് ടു സൂചിപ്പിക്കുന്നത്? സംഭവിച്ചു കഴിഞ്ഞ ഒരു കാര്യത്തെയാണ്. ദാറ്റ് ഈസ് ഇറ്റ്സ് സംതിങ് ദാറ്റ് വാസ് ട്രൂ ഇൻ ദ പാസ്റ്റ് ബട്ട് നോട്ട് എനിമോർ. അടുത്ത ഒരു ഉദാഹരണം നോക്കൂ. ഐ യൂസ് ടു ഡ്രിങ്ക് കോഫി. ഞാൻ കോഫി കുടിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കോഫി കുടിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് ഉത്തരം. ഞാൻ പണ്ട് കോഫി കുടിക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ കോഫി കുടിക്കാറില്ല. So we use I used to talk about habits or repeated actions in the past which we don't do in the present or which are no longer true. ഇനി നമുക്ക് I am used to എവിടെയൊക്കെ ഉപയോഗിക്കാമെന്ന് നോക്കാം. I am used to സെൻറ്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ വേർബിൻ്റെ ING ഫോമാണ് യൂസ് ചെയ്യുക. അതായത് സെൻറ്റൻസിൻ്റെ ഘടന ഇങ്ങനെയാണ് ഉണ്ടാവുക. I am used to പ്ലസ് verb പ്ലസ് ING ഫോം. We use I am used to describe an action that was difficult before and now we are accustomed to it. I am used to സാധാരണയായി ഉപയോഗിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള, അതായത് എളുപ്പമല്ലാത്ത, നമ്മുടെ ശീലങ്ങളിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് നമുക്ക് എളുപ്പമാവുമ്പോഴാണ്. Let's see more about this through examples. I am used to waking up early morning. This means അതിരാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്കൂളിൽ പോകേണ്ടത് കൊണ്ടോ ഓഫീസിൽ നേരത്തെ എത്തേണ്ടത് കൊണ്ടോ ഞാൻ രാവിലെ എഴുന്നേൽക്കുകയാണ്. അതൊരു ശീലമായി കഴിഞ്ഞു എനിക്ക്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കൂ. ഐ ആം യൂസ്ഡ് ടു ഡ്രിങ്കിങ് കോഫി എവറി ഈവനിങ്. ഞാൻ സാധാരണയായി വൈകുന്നേരങ്ങളിൽ കോഫി കുടിക്കുന്ന ഒരാളല്ല, പക്ഷേ ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ കോഫി കുടിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമായി കഴിഞ്ഞു. അതായത് നമ്മുടെ ശീലങ്ങളിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് നമുക്കതൊരു എളുപ്പമാവുകയാണ് ഇവിടെ. ദാറ്റ് ഈസ് യു ആർ അക്കസ്റ്റംഡ് ടു ഇറ്റ്. നൗ ലെറ്റ്സ് സീ എ ക്വിക്ക് റീക്യാപ്പ് ഓഫ് ടുഡേസ് സെഷൻ. We use I used to talk about two things in the past. One is past habit and the second one states or situation that works in the past but not anymore. അതായത് നമ്മുടെ പഴയ ശീലങ്ങൾ, അതുപോലെ പണ്ട് സംഭവിച്ച കാര്യങ്ങൾ അതിപ്പോൾ ശരിയായിരിക്കണമെന്നില്ല. ദാറ്റ് മീൻസ് ഇറ്റ്സ് നോട്ട് ട്രൂ എനിമോർ. ഐ ആം യൂസ് ടു നമ്മളെപ്പോഴാണ് യൂസ് ചെയ്യുക? ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുന്ന കാര്യങ്ങൾക്ക്. അതായത് ചെയ്ത് അതിപ്പോൾ നമുക്ക് ശീലമായി കഴിഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഐ ആം യൂസ് ടു ഉപയോഗിക്കുക. സംതിങ് ദാറ്റ് ഈസ് കണ്ടിന്യൂയിങ് നൗ ഓർ ഇറ്റ്സ് യുവർ ഹാബിറ്റ് നൗ. സാധാരണയായി ഐ ആം യൂസ് ടു യൂസ് ചെയ്യുമ്പോൾ വേർബിൻ്റെ കൂടെ ING ഫോം യൂസ് ചെയ്യാറുണ്ട്. Alright, before we wind up today's class, I want to ask you one question. What is something that you used to do when you were a child? Do write in the comment section. If you like my video, please press the like button, share it with your friends and subscribe to my channel. Thank you for watching.